ഇന്ന് വഴുതനങ്ങയും വെണ്ടയ്ക്കയും പച്ചത്തക്കാളിയും അതുപോലെ ചുവന്നുള്ളിക്ക് പകരം സവാള, ഞാൻ സവാളയാണ് എടുത്തിരിക്കുന്നത്. കൂടെ 2-3 പച്ചമുളക് കൂടെ അരിഞ്ഞിടാം. ഒരു തീയൽ പോലെ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. പച്ചമുളക് ഞാൻ അരിഞ്ഞെടുക്കുക. കറിക്ക് വേണ്ടി തേങ്ങ വറുത്തെടുക്കാം. ഇത് നന്നായി ഒന്ന് മൂത്ത് വരുവോളം വറുത്തെടുക്കാം. ഏകദേശം ഗോൾഡൻ കളറായി ആകണം. തേങ്ങ നന്നായി മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ കൂടെ ഇട്ട് കൊടുക്കുകയാണ്, ഒരു കളറിന് വേണ്ടി. പിന്നെ കുറച്ച് മല്ലിപ്പൊടി കൂടെ കൂടുതൽ വേണമായിരുന്നു. ഞാൻ 1 സ്പൂണേ ഇട്ടുള്ളായിരുന്നു. 1 സ്പൂൺ കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഇളക്കി വറുത്ത് കോരാം. ഇതിൻ്റെ കൂടെ ഞാൻ വാളംപുളി ഉപയോഗിക്കുന്നില്ല. അതിന് പകരം ഞാൻ സ്വല്പം ഗരം മസാലയാണ് ഇടുന്നത്. ഞാൻ ചെറിയൊരു പുളിക്ക് വേണ്ടി പച്ചത്തക്കാളി ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇങ്ങനെ ഒരു കറി നിങ്ങൾ തയ്യാറാക്കി നോക്കൂ, ഇഷ്ടപ്പെടും. കുറേ പേർക്കെങ്കിലും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തേങ്ങയെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയും വഴുതനങ്ങയും തക്കാളിയും സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കൊച്ചുള്ളിക്ക് പകരം ചുവന്നുള്ളി പൊളിച്ച് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇനിയും പോകാം നമുക്ക് കറി തയ്യാറാക്കാനായിട്ട്. അതിന് ഞാൻ വഴറ്റിയെടുക്കാൻ പോവുകയാണ്. കറി തയ്യാറാക്കാനായി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ടുണ്ട്. ഈ ചൂടായ പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ്, ഒരു ചെറിയ സ്പൂണ് കടുകിട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടട്ടെ. ഞാൻ കഴുകി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിവേപ്പിലയാണ്. ഇതിൻ്റെ 2 തണ്ട് ഊരിയിട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. കറിവേപ്പിലയും ഊരിയിട്ട് ഇതിലേക്ക് ആദ്യമായി സവാള ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചെറിയ ഉള്ളി. ഞാനിവിടെ സവാളയാണ് ഇട്ടിരിക്കുന്നത്. നന്നായി ഇളക്കി ഒന്ന് വഴറ്റാം. ഇത് വഴണ്ട് വരുന്നതിനായിട്ട് നമുക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. സ്വല്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നു. ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചത്തക്കാളി ഇട്ട് കൊടുക്കാം. അത് ഒന്ന് വഴന്ന് വരട്ടെ. അതോടൊപ്പം വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട്, വഴുതനങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നന്നായി ഇളക്കി കൊടുക്കാം. ചെറിയ തീയിൽ ഇതിനൊന്ന് വഴന്ന് വരട്ടെ. അടപ്പെടുത്ത് അടപ്പെടുത്ത് നോക്കാം.
ഈ അടപ്പ് കൊണ്ട് മൂടി കൊടുക്കാം. വഴുതനങ്ങയും വെണ്ടയ്ക്കയും തക്കാളിയും പച്ചമുളകും സവാളയും എല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഈ വഴന്ന് വന്നതിലേക്ക് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ വറുത്തരച്ചു. ഇനി ഇതിൻ്റെ അകത്തൂടെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കിടന്ന് ഒന്നുകൂടെ ഒന്ന് വെന്ത് വെളിച്ചെണ്ണ തെളിഞ്ഞു വരട്ടെ. അത്രയും നേരം നമുക്ക് മൂടി വയ്ക്കാം. കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പ് നോക്കിയേക്കാം. ഉപ്പില്ല, ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ്. വീണ്ടും ഇളക്കി അടയ്ക്കാം. ഇവിടെ ഇരുന്ന് എണ്ണ തെളിയുന്നിടം വരെ ഇരുന്ന് തിളച്ച് വേകട്ടെ. അതിനുശേഷം നമുക്ക് ഓഫാക്കാം. കറിയുടെ നിലപാട് എന്തായെന്ന് നോക്കാം. കറി നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനിയും ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായി ചാറെല്ലാം കൊഴുത്തു. ഇനി നമുക്ക് ഇത് ഓഫാക്കാം. എണ്ണയെല്ലാം തെളിഞ്ഞിട്ടുണ്ട്. ഈ കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്നെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.